നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി മലപ്പുറം ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിലെ സംവിധാനങ്ങൾ സജ്ജമാണ്. ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കുമെന്നും തുടർന്ന് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു. ആദ്യഘട്ടമായി വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ടതിനാവശ്യമായ വോട്ടിംഗ് മെഷീനുകളുടെ EVMകളുടെയും VVPATകളുടെയും പ്രാഥമിക പരിശോധന ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് വെയർ ഹൗസിൽ വെച്ച് ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ 3 മുതൽ 7 വരെയുള്ള തീയതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് 1100-ലധികം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ 59 പുതിയ പോളിംഗ് സ്റ്റേഷൻ പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായി പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചതുകൊണ്ട് തന്നെ വോട്ടർമാർക്ക് തടസ്സമില്ലാതെ വലിയ തിരക്കില്ലാതെ തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കും. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ക്വാഡുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുന്നത് മുതലാണ്. തെരഞ്ഞെടുപ്പ് തീയതി ഡിക്ലെയർ ചെയ്യുന്ന ദിവസം മുതൽ വേണ്ട ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള മാൻ പവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട്.